വളരെയധികം വളർച്ചാ സാധ്യതകളുള്ള ഒരു കോഴ്സാണ്, ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഒപ്റ്റോമെട്രി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കോഴ്സിനെ പറ്റി കേട്ടിട്ടുള്ളവർക്കും കേട്ടിട്ടില്ലാത്തവർക്കുമായിട്ട് നമുക്ക് കുറച്ചധികം ഡീറ്റെയിൽസ് ഒന്ന് അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാം. ജസ്റ്റ് ഒരു ഐ ടെസ്റ്റിംഗ് മാത്രമായിട്ട് നമ്മൾ ഈ മേഖലയെ ചുരുക്കാൻ പാടില്ല. ഇതൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കെന്നല്ല, നമ്മുടെ തിയററ്റിക്കലി പഠിക്കുമ്പോഴും പ്രാക്ടിക്കലി ചെയ്യുമ്പോഴും അത്തരത്തിലാണ് ഈ മേഖലയെ നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ ഒപ്റ്റോമെട്രിക്കുള്ള സ്കോപ്പ് എന്തൊക്കെയാണ്? സ്കോപ്പ് അല്ലെങ്കിൽ വളർച്ചാ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ അതിലൊക്കെ സ്റ്റുഡൻസ് എങ്ങനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? നമുക്ക് അറിയേണ്ടത് എങ്ങനെയാണ്? ഡയബറ്റിസം വരുന്ന ആളുകൾക്ക് ഈ ഒരു റെറ്റിനാൽ ഏരിയയിലാണ് ചേഞ്ചസ് വരിക. ഈ കാര്യങ്ങളൊക്കെ ഡയഗ്നോസ് ചെയ്യുന്നത് ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് ആണ്. ഇന്നത്തെ സാഹചര്യം നമ്മുടെ ലൈഫ് സ്റ്റൈലും ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയ്ക്ക് സ്കോപ്പ് കൂടിയിട്ടേ ഉള്ളൂ. അതൊരിക്കലും കുറഞ്ഞു നമുക്ക് പറയാൻ കഴിയില്ല. ഫസ്റ്റ് കാണുന്ന ഈ കറുത്ത ഭാഗം തൊട്ട് ബാക്കിലൊരു ഭാഗമുണ്ട്, ഒരു ഒപ്റ്റിക് നെർവ് ഉണ്ട്. ആ ഒപ്റ്റിക് നെർവ് വഴിയാണ് നമ്മുടെ വിഷ്വൽ പാത്ത് ബ്രെയിനിലോട്ട് ഇമേജ് ഫോം ചെയ്യുക. അതായത് ബ്രെയിൻ ആണ് പറയാ ഇന്ന ഇമേജ് ആണ് നീ കാണുന്നത്. ആ ഏരിയ തൊട്ടൊക്കെ വരുന്ന ഏരിയയിൽ വരെയുള്ള ഡിസീസ് ഒക്കെ നമ്മൾ പഠിക്കും. അത് പലരും വിചാരിച്ചിരുന്നത് BSc ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് സാധാ ഡിഗ്രി അല്ല. ഇതൊരു കോംപ്രിഹെൻസീവ് ഐ കെയർ പ്രൊഫഷനാണ്. മീൻസ് ഇതൊരു പ്രൊഫഷണൽ കോഴ്സ് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒപ്റ്റോമെട്രി എന്ന് പറയുന്ന ഈ കോഴ്സ് നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നതുപോലെ തന്നെ ഒരു 4 വർഷത്തോളം ഒരു ലോങ് ടൈം കരിയർ പാത്ത്, ഒരു 4 വർഷത്തോളം നമ്മൾ ഒരു ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു പ്രൊഫഷണൽ കോഴ്സ് തന്നെയാണ് ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചോളം. ഏതൊരു സ്റ്റുഡൻറ്റ് ഇതിലേക്ക് കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് 4 വർഷത്തോളം ഒരു കംപ്ലീറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു ഡെഡിക്കേഷൻ ഇതിലേക്ക് ആവശ്യമാണ്. അതായത് ഒരു ലോങ് ടേം കരിയർ പാത്താണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു 7 വർഷത്തോളമായിട്ട് ഈ ഒരു ഒപ്റ്റോമെട്രി എന്ന് പറയുന്ന ഈ ഫീൽഡിൽ സക്സസ്ഫുൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇനി ഇതിലേക്ക് കടന്നു വരുന്ന സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം നമുക്കതിനെ കുറിച്ചൊരു അറിവ് വേണം. അപ്പൊ ഒപ്റ്റോമെട്രിയെ കുറിച്ച് ആദ്യം നിങ്ങൾ എന്താന്നുള്ളത് പഠിച്ചു വെക്കുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ആദ്യം അറിഞ്ഞു വെക്കുക. പിന്നെ അറിയേണ്ടത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. അതായത് നമ്മുടെ സിലബസ് ബേസ്ഡുള്ള എല്ലാ തരത്തിലുള്ള അപ്ഡേഷനും അറിഞ്ഞിരിക്കണം. പിന്നെ ക്ലിനിക്കലി ഓറിയന്റഡ് ആയിരിക്കണം. അതേപോലെ തന്നെ ഇതൊരു ഇന്റർപേഴ്സണൽ സ്കില്ലാണ്. അതായത് പേഷ്യന്റും ഒപ്റ്റോമെട്രിസ്റ്റും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അതും കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽസും അത്യാവശ്യമാണ്. അപ്പൊ 7 വർഷം എന്ന് പറയുമ്പോൾ അത് അത്ര സ്മൂത്ത് ആയിരുന്നില്ല. നമ്മൾ ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത്. ഞാൻ എത്തിയത് തന്നെ എൻ്റെ BSc കഴിഞ്ഞിട്ട് ഞാൻ MSc കഴിഞ്ഞു. MSc കഴിഞ്ഞിട്ടാണ് നമ്മൾ UGCയിലൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങുന്നത് തന്നെ. ആ സമയത്ത് തന്നെയാണ് നമ്മൾ ആ ഒരു സമയത്ത് പഠിച്ചിരിക്കുമ്പോൾ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല പഠിപ്പിക്കുമ്പോൾ വേണ്ടത്. അതായത് എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. ഒരു ടീച്ചർ എന്ന നിലയിൽ ഒരു സ്റ്റുഡൻറ് നമ്മൾ വാർത്തെടുക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചിരുന്ന സമയത്തുള്ള സിലബസും അല്ല, ഞാൻ പഠിച്ച കാര്യങ്ങളല്ല, കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ എപ്പോഴും ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് അപ്ഡേറ്റഡ് ആയിരിക്കണം. അതാണ് ഒരു പ്രധാന കാര്യം. നമ്മൾ റിസർച്ചുകൾ നോക്കണം, ജേർണൽസ് നോക്കണം. പ്രത്യേകിച്ച് ഒരുപാട് ഒപ്റ്റോമെട്രിസ്റ്റ് ജേർണൽസ് ഇറക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഡിവൈസ് ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന, സിസ്റ്റം, ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുനീരിനെ അത് ബാധിക്കുന്നുണ്ട്. കണ്ണുനീരും കണ്ണിലൊരു ഭാഗമാണ്. അതിനെക്കുറിച്ച് നമ്മൾ എസ്പെഷ്യലി പഠിക്കുന്നുണ്ട് അനാറ്റമിയിലൊക്കെ. അപ്പൊ ഇത് തമ്മിലുള്ള കണക്ഷൻ, അങ്ങനെ കുറേ ജേർണൽസ് ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ശരിക്കും അപ്ഡേഷൻ ആവശ്യമാണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഏത് കോഴ്സ് സെലക്ട് ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് ആ ഒരു സിലബസിലുള്ളത് മാത്രം പഠിക്കാതെ പുറത്ത് എന്തൊക്കെയാണോ പറയുന്നത് അതും കൂടെ പഠിച്ചു വെക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഫുള്ളി അപ്ഡേറ്റഡ് ആയിരിക്കുക. അതാണ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ മെയിൻ കാര്യം. നമ്മൾ ഡെവലപ്പ് ആണെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡും കൂടെ ആവണം. അത് ഇമ്പോർട്ടന്റ് ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സാണ്, ഒരു കരിയറും കൂടെയാണിത്. അതായത് നമ്മൾ ഫ്യൂച്ചറിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തുന്നോ, അതായത് ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ, ഫുഡ് ഹാബിറ്റ്സ് ആയിക്കോട്ടെ, അങ്ങനെ എന്ത് തന്നെ ആയിക്കോട്ടെ, അത് നമ്മുടെ കണ്ണിനെയും കൂടെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫുള്ളി അപ്ഡേറ്റഡ് ആയിരിക്കുക എപ്പോഴും. അതേപോലെ തന്നെ ഇപ്പൊ സൈക്കോളജി മെയിൻ ആയിട്ട് ഇതിനൊരു ഭാഗമായിട്ട് വരുന്നുണ്ട്. 7th അല്ലെങ്കിൽ 6th സെമ്മിൽ ഒരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ ക്ലിനിക്കൽ സൈക്കോളജി പഠിക്കാനുണ്ട്. അത് ഏതൊക്കെ ഡിസീസ് കണ്ണിനെ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, നമ്മുടെ ബിഹേവിയർ എങ്ങനെ ആയിരിക്കണം, അതൊക്കെ സൈക്കോളജിയിലും പഠിപ്പിക്കുന്നത്. അതൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ കൃഷ്ണജ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മളൊരു പേഷ്യൻസ് വന്ന് നമ്മുടെ അടുത്ത് കുറച്ച് സിംറ്റംസ് പറയും. ആ സിംറ്റംസിലുപരി അതിന്റെ യഥാർത്ഥ സോഴ്സ് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമ്മളും കൂടെ അതിന്റെ ഒപ്പം ഇനിഷ്യേറ്റീവ് എടുത്ത് ചോദിച്ച് അറിഞ്ഞ് അനലൈസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സ്കിൽ
നമ്മളും കൂടെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലേ? Yes. ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു പാഷൻ, ഡെഡിക്കേഷൻ നമ്മൾക്കും കൂടെ ഉണ്ടാകണം. Yes. അത് നമ്മൾക്ക് ഈ കോഴ്സ് കഴിഞ്ഞ് ഏകദേശം ഫൈനൽ ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഓൾമോസ്റ്റ് അതിലേക്ക് നമ്മൾ എത്തും അല്ലേ? Yes. നമുക്ക് അതിനുള്ള കുറേ ഹെൽപ്പും കാര്യങ്ങളും അല്ലെങ്കിൽ അതിനുള്ള സപ്പോർട്ടും ഗൈഡൻസും ഒക്കെ നമുക്ക് കോഴ്സിന്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ നമ്മൾ സ്വയം തന്നെ അതൊക്കെ എങ്ങനെയായിരിക്കും? അതായത് നമ്മൾ പറഞ്ഞു അക്കാഡമിക്കലി ഇത് 4 വർഷത്തെ കോഴ്സാണ്. അതിൽ 3 വർഷം നമ്മൾ തിയറി ബേസ് ക്ലാസ്സും പ്ലസ് ക്ലിനിക്കൽ പോസ്റ്റിങ്ങും. തിയറി ബേസ് എന്ന് പറയുമ്പോൾ ക്ലാസ് റൂമിലിരുന്നുള്ള പഠനം. ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ അനാറ്റമി പഠിക്കും, ഫിസിയോളജി പഠിക്കും, ഡിസീസ് പഠിക്കും. ഇനി പോസ്റ്റിംഗ് ടൈമിൽ വരുന്ന സമയത്ത് ഇൻസ്ട്രുമെന്റ്സ് തിയററ്റിക്കലി നമ്മൾ പഠിച്ചിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, ആ ഹാൻഡിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് ഉണ്ടാവില്ല, അതെങ്ങനെ ഡയഗ്നോസ് ചെയ്യണം, അത് ഏത് കണ്ടീഷനാണ്, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് എന്തിൽ പഠിക്കുക, 3 വർഷം പഠിക്കുന്നത്. ഇനി 4ാമത്തെ വർഷമാണ് ഇന്റേൺഷിപ്പ്. അത് 1 വർഷം കമ്പൽസറി ആയിട്ട് ചെയ്യണം. അതായത് ആ 3 വർഷം കുട്ടി ആരായിരുന്നു? സ്റ്റുഡന്റ് ആയിരുന്നു. ആ സ്റ്റുഡന്റ് നമ്മൾ ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ട് ഒരു പ്രൊഫഷൻ ആയിട്ട് വാർത്തെടുക്കുന്ന ഒരു പീരീഡ് ആണ് 1 വർഷത്തെ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ. ഇത് രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്. മീൻസ് നമ്മൾ തിയററ്റിക്കലി മാത്രം ഒപ്റ്റോമെട്രി എന്ന് പറഞ്ഞാൽ തിയറി അല്ല. അപ്പൊ നിങ്ങളിപ്പോ നന്നായി പഠിച്ചു, ഇപ്പൊ നല്ല മാർക്കോട് കൂടി പാസ്സായി എന്ന് വിചാരിക്കുക, ആ വ്യക്തിക്ക് ചിലപ്പോൾ പ്രാക്ടിക്കലി സ്കിൽസ് വളരെ കുറവായിരിക്കും. ഇനി കുട്ടിക്ക് തീരെ പഠിക്കാൻ മാർക്കില്ലായിരുന്നു, അരിയറൊക്കെ വന്നു ജസ്റ്റ് എഴുതി പാസ്സായി, അങ്ങനെയുള്ളവർക്ക് പക്ഷെ അവർക്ക് പ്രാക്ടിക്കൽ ബേസ് കൂടുതലായിരിക്കും. അപ്പം നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് 1 വർഷം, ഞാനിപ്പോൾ ടീച്ചർ ആയതുകൊണ്ട് പറയുകയാണ്, ഒരു അരിയർ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗേൾസിനെയാണ് അത് എഫക്ട് ചെയ്യുക. അയ്യോ ഞാൻ അരിയറായി, പുള്ളി ഡിപ്രഷനിലേക്ക് പോകും, പിന്നെ പഠിക്കാനുള്ളത് എന്നെ കൊണ്ട് കഴിയില്ല എന്നൊരു മൈൻഡ് സെറ്റ് അവരിങ്ങനെ രൂപീകരിച്ചിട്ടുണ്ടായിരിക്കും. അത് മാറ്റണം. അത് മാറ്റിയിട്ട് പ്രാക്ടിക്കലി അത് ഇമ്പ്രൂവ് ചെയ്തിട്ട് എടുക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ ഐ എന്ന് പറയുന്നത് ഒരു ജീവനുള്ള ഒരു സാധനമാണ്. ആ ജീവനുള്ള സാധനം അത്രത്തോളം നമ്മൾ വാല്യുബിൾ ആയിട്ട് കാണും വേണം. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വേണം അതിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കോഴ്സിനെ പറ്റി നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അറിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കരിയറാണ്. അപ്പം മോസ്റ്റ്ലി നമ്മൾ പറയുന്നത് എന്താ പറയുക, വൈറ്റ് കോളർ ജോബിലാണ് ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ട് പെടുക. പക്ഷെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടും ഒരു സ്പെഷ്യലൈസേഷൻ കൊണ്ടൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇതൊരു ഗോൾഡ് കോളർ കരിയർ ആയിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. അതായത് നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ എക്സ്പീരിയൻസ് ബേസ് നിങ്ങൾക്ക് നല്ല സാലറിയിൽ ജോലി ചെയ്യാൻ പറ്റും. അപ്പം ആദ്യം വേണ്ടത് നിങ്ങൾക്ക് ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഒപ്റ്റോമിസ്റ്റ് ആയിട്ട് മാറുക. ഓക്കെ. സോ, ഇപ്പം കൃഷ്ണജ പറഞ്ഞല്ലോ നമുക്കൊരു 4 ഇയേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ ഡിവൈഡ് ചെയ്ത് പറഞ്ഞിരുന്നു. ഫസ്റ്റ് 3 ഇയേഴ്സ് നമ്മൾ ചെയ്യേണ്ടത്, കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഇത്രയൊക്കെയാണ്. 1 ഇയർ നമുക്ക് ഇന്റേൺഷിപ്സും മറ്റു കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഒറ്റ സ്ട്രെച്ചിലൊന്നും ഡിവൈഡ് ചെയ്ത് പറയാൻ പറ്റുമോ? ബിക്കോസ് നമുക്ക് ഈ ഒപ്റ്റോമെട്രി നമുക്ക് ഫസ്റ്റ് വരുന്നത് 3 ഇയേഴ്സ് വരുന്നു. അതിനുശേഷം 1 ഇയർ വരുന്നു. ഇന്റേൺഷിപ്പ് നമുക്ക് എത്ര കാലയളവ് വരുന്നു? പിന്നെ അതുപോലെ ഇന്റേൺഷിപ്പ് എവിടെയൊക്കെയാണ് കണ്ടക്ട് ചെയ്യുന്നത്? ഓക്കെ, ഫസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്യുന്നു. ടോട്ടൽ 4 വർഷത്തെ കോഴ്സാണെന്ന് പറയാം. അതായത് 3 വർഷം, അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഫസ്റ്റ് 3 വർഷം അക്കാഡമിക്കലി വരുന്ന വർഷമാണ്. അതായത് കുട്ടി കോളേജിൽ വന്നിട്ടാണ് പഠിക്കുക. കോളേജിൽ വന്ന് പഠിക്കുമ്പോൾ തിയറി ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ പോസ്റ്റിംഗ് ഉണ്ടായിരിക്കും. പോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും, നമ്മൾ ലാബുകളുണ്ട്, റിഫ്രാക്ഷൻ ലാബ് ഉണ്ടായിരിക്കും, വിഷൻ ലാബുകളുണ്ട്. വിഷൻ ലാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് വിഷൻ ചെക്ക് ചെയ്യുക, അതായത് അവിടെ ഉപയോഗിക്കുന്ന ചാർട്ടുകളെ കുറിച്ച് പഠിക്കണം. ലെൻസുകൾ, ഇപ്പം നമുക്കൊരു സ്പെക്ടക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പവർ ഉണ്ടായിരിക്കും. ആ പവർ നമുക്ക് നമ്മൾ മാനുവലി നമുക്ക് ആ പവർ കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ പറ്റും. ന്യൂട്രലൈസേഷൻ എന്നാണ് ആ ടെക്നിക്കിന്റെ പേര്. അതേ മെത്തേഡ് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ലെൻസോമീറ്റർ. നമ്മൾ സാധനം കൊണ്ടുവച്ചാൽ മതി, കറക്റ്റായിട്ട് പവർ നമുക്ക് കിട്ടും ചെയ്യും. അപ്പോൾ 2 മെത്തേഡും കുട്ടി പഠിക്കണം. പിന്നെ വരുന്ന റിഫ്രാക്ഷൻ ലാബ്. റിഫ്രാക്ഷൻ ലാബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് നമ്മൾ തന്നെ മാനുവലി നമ്മുടെ എറർ കണ്ടെത്തുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്, റെറ്റിനോസ്കോപ്പ് വെച്ചിട്ട്. സെയിം സാധനം അപ്ഡേറ്റ് ആയിട്ട് ഇപ്പോൾ AR വരുന്നുണ്ട്. AR മീൻസ് ഒന്നും ചെയ്യണ്ട, കണ്ണ് വെച്ച് കൊടുക്കുക, റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ എന്നിരുന്നാലും നല്ലൊരു ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം റെറ്റിനോസ്കോപ്പ് കൂടുതൽ ചെയ്യണം എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് ലാബിൽ വൈസാണ്. പിന്നെ വരുന്നത് പുറത്തോട്ടുള്ള പോസ്റ്റിംഗ് ഉണ്ട്. പുറത്തോട്ടെന്ന് പറയുമ്പോൾ കുട്ടികളെ നമ്മൾ പുറത്തേക്ക് പോസ്റ്റ് ചെയ്യും. അതായത് പ്രൊഫഷണൽ ക്യാമ്പുകളുണ്ട്. പ്രൊഫഷണൽ മീൻസ് ഈ ഓട്ടോ ഡ്രൈവേഴ്സിന്റെ കാര്യങ്ങളും അറിയാം, അതേപോലെ തന്നെ ടീച്ചേഴ്സിന്റെ. നമ്മൾ നീഡ്സ് എല്ലാവർക്കും വ്യത്യാസം, അതൊരു പ്രൊഫഷൻ ബേസിൽ നമ്മുടെ നീഡ്സ് വ്യത്യാസമുണ്ട്. കണ്ണട, അതായത് നമ്മൾ പറയും 40 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും കണ്ണട വെക്കണം. അത് പൊതുവെ ആർക്കും അറിയാത്ത കാര്യം. 40 വയസ്സ് കഴിഞ്ഞ് ഇരിക്കുന്ന ഞാനും, എനിക്ക് റിഫ്രാക്റ്റീവർ ഒന്നുമില്ല, നോർമൽ നല്ല വിഷനുള്ള കണ്ണ എൻ്റെ, പക്ഷെ 40 വയസ്സ് കഴിഞ്ഞാൽ ഞാനും വെക്കണം. വെള്ളെഴുത്ത് എന്ന് പറയും, അത് എല്ലാവർക്കും നമ്മുടെ അക്കോമഡേഷൻ വരുന്ന വേരിയേഷൻ കാരണം വരുന്നതാണത്. അത് പൊതുവെ എല്ലാവരും വെക്കുന്നതാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ പവർ കൊടുക്കുമ്പോൾ ഓരോ വ്യത്യാസം, അതായത് ഫീൽഡിനനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പോൾ ഈ തട്ടാമാരൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ അടുത്ത് വെച്ച് നോക്കാൻ, അവർക്ക് വ്യത്യസ്തമായ പവറാ കൊടുക്കുക. അതേപോലെ ടീച്ചേഴ്സിന് കൊടുക്കുന്നത്, ഈ സിസ്റ്റം ഉപയോഗിക്കുന്ന ആളുകൾക്ക്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തോട്ട് പോസ്റ്റിങ്ങിന് പോണ സമയത്താണ് കൂടുതലായിട്ട് പഠിക്കുക. തിയററ്റിക്കിനേക്കാളും പ്രാക്ടിക്കലായിട്ട് കൂടുതൽ പഠിക്കുന്നത്.
അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി സെന്ററിൽ പോസ്റ്റിംഗ് വരും. അതായത് നോർമൽ വരുന്ന പേഷ്യൻസിനെ മെയിനായിട്ട് കാറ്ററാക്ട് ഇവാലുവേഷൻ ഒക്കെ ചെയ്യാൻ ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഹോം കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കുട്ടിയുടെ വീട്ടിൽ ഒരു ക്യാമ്പ് സെറ്റ് ചെയ്യും. അപ്പൊ വീട്ടുകാർക്ക് എന്ത് പറയാ, എന്റെ മകൾ ഇന്ന കോഴ്സാണ് പഠിക്കുന്നത്, പക്ഷെ അതിന് പ്രൂവ് ചെയ്യാം, വൈറ്റ് കോട്ട് മാത്രം നമ്മൾ പുറത്ത് തൂക്കിയിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ അടുത്തുള്ള ലൊക്കാലിറ്റിയിലുള്ള ആളുകളെയും കൂടെ വിളിച്ചിട്ട് ക്യാമ്പ് ഒക്കെ നടത്തും. ഇതൊക്കെയാണ് 3 വർഷത്തെ വരിക. പിന്നെ 4ാമത്തെ വർഷമാണ് ഇന്റേൺഷിപ്പ്. ഇനി ഒറിജിനൽ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കയറിയിട്ട് പേഷ്യന്റിനെ ചെക്ക് ചെയ്യാൻ തുടങ്ങും. അതായത് ബേസിക് കാര്യം തൊട്ട് തുടങ്ങും. ഹിസ്റ്ററി ടേക്കിംഗ് മുതൽ വലിയ വലിയ ഇൻസ്ട്രുമെന്റ്സ്, അതായത് OCT, പെരിമെട്രി അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിക്കാനും, ഡിസീസ് എന്ന് പറയുമ്പോൾ ഡയബറ്റിക് റെറ്റിനോപ്പതി, ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പതി, നമ്മുടെ ശരീരത്തിൽ വരുന്ന ബാക്കി കാരണം കൊണ്ട് വരുന്ന കോസുകളാണ് അതൊക്കെ റെഫർ ചെയ്യാനും ഡയഗ്നോസ് ചെയ്യാനൊക്കെ അവിടെ നിന്നാണ് പഠിക്കുക. അപ്പോൾ മെയിനായിട്ട് എന്താ പറയുന്നത്, ഒരു സ്റ്റുഡൻറ്റിൽ നിന്ന് നമ്മളൊരു പ്രൊഫഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണത്. അത് കമ്പൽസറി ആണ്. അത് ഒരുപാട് ഹോസ്പിറ്റൽ അവൈലബിൾ ആണ്. കേരളത്തിലുണ്ട്, കേരളത്തിന് പുറത്തുണ്ട്. നമുക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല എക്സ്പോഷർ കിട്ടുന്ന ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യണം. എല്ലാ തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സും വേണം. അത്യാവശ്യം എത്ര എമൗണ്ട് ഓഫ് പേഷ്യൻസ് വന്നിരിക്കണം. അങ്ങനെയുള്ള ഹോസ്പിറ്റലൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഇപ്പോൾ ഈ ഇന്റേൺഷിപ്പ് ഇപ്പം നമ്മൾ പറഞ്ഞു, നമ്മൾ ഓൾറെഡി ഇതിന്റെ സ്കോപ്പും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ഈ 4 വർഷം കഴിഞ്ഞു, ഇന്റേൺഷിപ്പ് എല്ലാം കഴിഞ്ഞു, ഒരു സ്റ്റുഡന്റ് നമ്മൾ ഒപ്റ്റോമെട്രി കഴിഞ്ഞ് പാസ് ഔട്ടായി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഈ സ്റ്റുഡന്റ് നമ്മൾ ജോലി സാധ്യതകളെ പറ്റി നോക്കി തുടങ്ങും. അപ്പം നമുക്ക് ശരിക്കും ഇതിന്റെ ജോലി സാധ്യതകൾ വരുന്നത് കേരളത്തില്, ഇന്ത്യക്ക് പുറത്ത്. അതൊന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു. ഇതെങ്ങനെയാണ് ഇതിന്റെ ജോലി സാധ്യതകൾ വരുന്നതെന്ന് നമുക്ക് കുറേ കുട്ടികൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. കുറേ സ്റ്റുഡൻസ് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. നമ്മളൊരു കോഴ്സ് കഴിഞ്ഞാൽ. അത് ഇപ്പോൾ പല കോഴ്സുകൾ കഴിഞ്ഞാലും സ്റ്റുഡൻസ് ആദ്യം ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ 2 ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും അതിൽ ഒരാൾ ചിലപ്പോൾ ഇന്ത്യയിൽ നിൽക്കാനും ഒരാൾ ചിലപ്പോൾ വിദേശത്തേക്ക് പോകാനും ആയിരിക്കും. പക്ഷെ അവർക്ക് 2 പേർക്കും ഒപ്റ്റോമെട്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. ഒരേപോലെ ഒരേ കോളേജിൽ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ, സ്പെഷ്യൽ കേസസ് അങ്ങനെ വരുന്ന കേസസിൽ നമുക്ക് എങ്ങനെയായിരിക്കും അവർക്കൊരു ആൻസർ കൊടുക്കാൻ പറ്റുക? നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ക്ലിനിക്കിൽ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽസിൽ, ഇത്രയുമാണ് പൊതുവെ ആളുകൾക്കുള്ള ധാരണ. ഇവിടെ മാത്രമേ ജോലി ചെയ്യാൻ കഴിയുള്ളൂ. ആ ജോലി ചെയ്യുമ്പോൾ പേരും വ്യത്യാസം വരും. ഒപ്റ്റിക്കൽസിലാണെങ്കിൽ അത് ഒപ്റ്റീഷ്യനാണ്, ക്ലിനിക്കിലാണെങ്കിൽ അത് വെറും ഈക്വൽ ടു ഒപ്റ്റീഷ്യൻ തന്നെ പറയാം. ഹോസ്പിറ്റലാകുമ്പോഴാണ് ഒപ്റ്റോമെട്രിസ്റ്റ് എങ്കിൽ പേര് വരും. ഇത് മാത്രമല്ല കരിയർ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇനിയും ഡെവലപ്ഡ് ആവാം. ഇപ്പം ഞാൻ എന്ന് പറയുന്നത് എന്താണ്, ടീച്ചിങ് ആണ്. ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഞാൻ MSc എടുത്ത് ചെയ്ത ഒരാളാണ്. ഇനി നിങ്ങൾക്ക് എന്തെടുക്കാം, PhD എടുക്കാം, അതേപോലെ തന്നെ റിസർച്ച് ചെയ്യാം, ഫെലോഷിപ്പ് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ ഒപ്റ്റോമെട്രിയിൽ വരുന്നത്. പക്ഷെ പലർക്കും ഇതറിയില്ല. ഇനി ഇന്ത്യക്ക് പുറത്ത് നോക്കുകയാണെങ്കിൽ ഗൾഫ് കൺട്രീസിലൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നല്ല സാലറി പാക്കേജ് കൂടി നിങ്ങൾക്ക് ജോലിയും ലഭിക്കും. പക്ഷെ അതിന് ലൈസൻസ്ഡ് ആയിട്ടുള്ളൊരു ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ട് മാറണം ആദ്യം. നിങ്ങൾ എക്സാം ഒക്കെ പാസ് ചെയ്തതിന് ശേഷം മാത്രമേ അത് ആപ്ലിക്കബിൾ ആവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ വരുന്നത്, നമ്മൾ മെയിനായിട്ട് ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് എന്നത് ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ, ഒരു ക്ലിനിക്കിൽ മാത്രമല്ല, നമ്മൾ പറയും സ്പെക്ടക്കിൾസ് ആൻഡ് മാനുഫാക്ചറിങ് കമ്പനീസ് ഉണ്ട്, SLR ഒക്കെ പോലെയുള്ള, അവിടെയും നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. അതേപോലെ തന്നെ കോൺടാക്ട് ലെൻസിന്റെ ലോവിസ്റ്റ് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ഉണ്ട്. അതായത് വിഷൻ വളരെ കുറഞ്ഞ ആളുകളിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അത് കേരളത്തിലൊക്കെ ഒരുപാട് കുറവാണ്. ഇനി നമ്മൾ ഓരോ കുട്ടികൾ പഠിച്ചിറങ്ങിയിട്ട് വേണം ആ ഏരിയയിലൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ. പലരും ഇന്നത്തെ കാലത്ത് ശ്രമിക്കാത്തതാണ്. ശ്രമിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സ്കോപ്പുള്ള ഒരു ഏരിയയാണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഈ ഒപ്റ്റോമെട്രി കഴിഞ്ഞ സ്റ്റുഡൻസ്, നമ്മൾ ആദ്യം പറഞ്ഞു നമ്മൾ ഒരു കുറേയധികം ഹയർ പോസ്റ്റിങ്ങിനെ പറ്റി, ഹയർ സ്റ്റഡീസ് നമുക്ക് കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണെന്നുള്ളത്. പക്ഷേ നമുക്കൊരു കുറച്ചധികം ഹയർ സ്റ്റഡീസ് നമുക്ക് ഇവരിലേക്ക് എത്തിക്കാൻ പറ്റുമോ? നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? കാരണം ഹയർ സ്റ്റഡീസിന് ഉപരി നമുക്ക് ഏതൊക്കെ ഫീൽഡുകളിലേക്ക്, പ്രൊഫഷണൽ ഫീൽഡിലേക്ക് നമുക്ക് തിരിയാൻ പറ്റും? ഓക്കെ, നിങ്ങൾ ഏത് ഫീൽഡാണോ ചൂസ് ചെയ്യുന്നത് അതിൻ്റെ ബേസിലാണ് വരിക. അപ്പോൾ ടീച്ചിങ് ഫീൽഡാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ MSc കമ്പൽസറി ആയിട്ട് ചെയ്യാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്കിപ്പോൾ ക്ലിനിക്കൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യാൻ താല്പര്യമെങ്കിൽ ഫെലോഷിപ്സ് അവൈലബിൾ ആണ്. ഫെലോഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഫീൽഡിൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ സ്പെക്ടക്കിൾ ഡിസ്പെൻസിങ്, ലോ വിഷൻ, BSv, അതായത് സ്ട്രാബിസ്മസ് മാനേജ്മെന്റ്, കോൺടാക്ട് ലെൻസ് അസസ്മെന്റ്, അതേപോലെ തന്നെ പീഡിയാട്രിക് ഒപ്റ്റോമെട്രി, ജെറിയാട്രിക് ഒപ്റ്റോമെട്രി, ഈ കാര്യങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ കഴിയും. ഇത് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് സാലറി പാക്കേജും കൂടും. അതായത് സർട്ടിഫൈഡ് കോഴ്സ് ആണെങ്കിൽ സാലറി പാക്കേജും കൂടുന്നുണ്ട്, എക്സ്പീരിയൻസും കൂടും. അതേപോലെ തന്നെ വരുന്നത് PhD ചെയ്യാൻ കഴിയും. PhD മീൻസ് നമ്മൾ MSc കഴിഞ്ഞ ശേഷം മാത്രമേ PhD അവൈലബിൾ ആയിട്ടുള്ളൂ. അത് തന്നെ സ്പെഷ്യലൈസേഷൻ ചെയ്യാം. പിന്നെ വരുന്നത് ഇപ്പോൾ ഒരു പുതിയതും കൂടെ ഉണ്ട്, അധികം ആർക്കും അറിയാത്തൊരാൾ, സാധാരണ ഡിപ്ലോമ, BSc ഒപ്റ്റോമെട്രി, MSc ഒപ്റ്റോമെട്രി, അതല്ലാതെ ഒന്നും കൂടെ ഉണ്ട് ഡോക്ടർ ഓഫ് ഒപ്റ്റോമെട്രി. നോർമലി ഒരു BSc MSc കഴിഞ്ഞ ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
നമുക്ക് ഇവാലുവേഷൻ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ, പ്രിസ്ക്രൈബ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഡോക്ടർ ഓഫ് ഒപ്റ്റോമെട്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാം. പേരിന് മുന്നിൽ ഡോക്ടർ ഒന്നും കൂടെ വരും. മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും, പക്ഷെ സർജറി ചെയ്യാൻ പറ്റില്ല. അത് ഒഫ്താൽമോളജി മാത്രമാണ് ചെയ്യുന്നത്. ഇത്രയും ഏരിയാസ് ശരിക്കും ഒപ്റ്റോമെട്രിയിൽ ഉണ്ട്. ഇതൊക്കെയാണ് പുറത്തോട്ട് അറിയാത്തൊരു കാര്യമാണ്. കാരണം നമ്മൾ പുറത്ത് എന്താ പറഞ്ഞേക്കുന്നത്, ജസ്റ്റ് അറിയപ്പെടുന്നത് ഐ ടെസ്റ്റിംഗ് എന്ന് മാത്രം. ഐ ടെസ്റ്റിംഗ് മാത്രമല്ല ഒപ്റ്റോമെട്രി. ഇത്രയും ഏരിയാസ് ഇൻക്ലൂഡ് ചെയ്തു വരുന്നതാണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. ഒപ്റ്റോമെട്രി എന്ന് പറയുന്ന ഈ കോഴ്സ് ഇപ്പം ഞാൻ സെലക്ട് ചെയ്യാണ്, അല്ലെങ്കിൽ സ്റ്റുഡൻറ് സെലക്ട് ചെയ്യാണ്. നമ്മൾ എൻഡ് ഓഫ് ദ ഡേ എപ്പോഴും ആ സ്റ്റുഡൻസ് നോക്കുന്നത് ഞാൻ ലൈഫിൽ രക്ഷപ്പെടുമോ എന്നാണ് അല്ലേ. അതായത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുമോ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആ ഒരു ടേമിനെ നമുക്ക് എങ്ങനെ സ്റ്റുഡൻസിലേക്ക് എത്തിച്ചു കൊടുക്കാം. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എങ്ങനെയാണ് നമുക്കൊന്ന് ചെയ്യാൻ പറ്റുക? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഷോർട്ട് കട്ട് വഴി ഹൈ ഇൻകം ഒന്നും കിട്ടില്ല. അതിപ്പോൾ ഏത് കോഴ്സ് ആണെങ്കിലും നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്താലേ, അതായത് എക്സ്പീരിയൻസ് കൊണ്ടും സ്പെഷ്യലൈസേഷൻ കൊണ്ടും മാത്രമേ നമുക്ക് ഡെവലപ്മെന്റ് കിട്ടുള്ളൂ. അതേപോലെ തന്നെയാണ് ഒപ്റ്റോമെട്രി കരിയർ എന്ന് പറഞ്ഞാലും. നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യണം. അതായത് ഫസ്റ്റ് കോഴ്സ് കഴിഞ്ഞു, ജോയിൻ ചെയ്യുന്നു, നല്ല സാലറി പാക്കേജ് കിട്ടുന്നു, അങ്ങനെയൊന്നും കിട്ടണമെന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ സാലറി പാക്കേജ് വളരെ കുറവായിരിക്കും. പക്ഷെ നമ്മൾ ഇതുപോലെ നേരത്തെ പറഞ്ഞിട്ടില്ല, കുറച്ചുകൂടി ഹയർ സ്റ്റഡീസ് ഒക്കെ ചെയ്യുക, നമ്മുടെ എക്സ്പീരിയൻസ് കൂട്ടുക. എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മുടെ സ്കിൽസ്, പ്രാക്ടിക്കലി നമ്മൾ ഭയങ്കര സ്കിൽഡ് ആയിരിക്കണം. അതായത് ഒരു പേഷ്യൻ്റ് ഓറിയൻറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു കരിയറാണ്. പേഷ്യൻ്റുമായിട്ടുള്ള അപ്രോച്ച് കറക്റ്റ് ആയിരിക്കണം. ഈ സാഹചര്യം കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ ഇൻകം കൂട്ടാൻ കഴിയുള്ളൂ. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഈ ഒരു പാത്വേ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇൻകം വഴി ജോലി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻക്ലൂഡിങ് പറയാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ BSc കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വളരെ ലോ ലെവൽ സാലറി പാക്കേജ് കൊണ്ട് ജോലി ചെയ്ത ഒരാളാണ്. ആ സമയത്ത് ഞാൻ മനസ്സിലാക്കി, ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, പൊട്ടക്കനിലെ തവള എന്ന് പറയും. ആ ഇരുത്ത് അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഫുള്ളി ഡെവലപ്പ് ചെയ്യണം. അതായത് ഡെവലപ്മെന്റ് ആണ് നമ്മുടെ ഓരോ പടികൾ ഇങ്ങനെ കയറി കയറി പോകുമ്പോഴേ സാലറിയും കൂടുള്ളൂ. ഒറ്റയടിക്ക് ഇൻക്രിമെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കരിയർ അവിടെ ബ്രേക്ക് ആയി എന്നാണ് അർത്ഥം. ഓരോ സ്റ്റേജ് വൈസ് മാത്രമേ എമൗണ്ടും ഹ്യൂജ് ആവാൻ പാടുള്ളൂ. അതായത് ആദ്യം ചെറുതിൽ നിന്ന് തുടങ്ങിയിട്ട് വലുതേക്ക് എത്താം, എങ്കിൽ അത് സ്റ്റേബിൾ ആവുള്ളൂ. അത് എവിടെ പോലും നിങ്ങൾക്ക് അത് കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം. ഫസ്റ്റ് നിങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ സാലറി പാക്കേജ് അല്ല ചോദിക്കുക, ഫസ്റ്റ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുക. നിങ്ങൾക്ക് എത്ര സ്കില്ലുണ്ട്, നിങ്ങൾക്ക് ഒരു പേഷ്യൻ്റായിട്ട് അപ്രോച്ച് ചെയ്യുന്ന രീതി എങ്ങനെയാണ്, നിങ്ങൾക്ക് എത്രയൊക്കെ പ്രാക്ടിക്കലി മീൻസ് എന്താ പറയുക, അറിവ് അവൈലബിൾ ആണ്. അതായത് ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ പറയാൻ പറ്റുമോ ഏത് ലെൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് സ്പെക്ടക്കിൾ കണ്ടാൽ ലെൻസ് ഏതാണ്, അത് പ്രോഗ്രസീവ് ആണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലെൻസുകൾ ഒരു സിംഗിൾ വിഷൻ ആണോ എന്നൊക്കെ പറയാൻ പറ്റും. അപ്പൊ അതൊക്കെ അറിഞ്ഞിരിക്കണം ഒരു വ്യക്തി അതൊരു ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന നിലയിൽ. അപ്പൊ അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒരു കോഴ്സ് എടുക്കുമ്പോൾ അത് ആദ്യം തന്നെ വലിയൊരു എമൗണ്ട് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. അതിനുവേണ്ടി നമ്മൾ കുറച്ചും കൂടെ പ്രയത്നിക്കണം. അതാണ് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നതിലുപരി ഒരു കണ്ണ് കാണാത്ത ഒരാൾ, ആ ആൾക്ക് കുറച്ച് കാശ് നമ്മൾ കൊടുക്കുക. അപ്പൊ ആളുടെ മുഖത്ത് കാണുന്നൊരു സന്തോഷം ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ആയി, അത് എനിക്ക് തോന്നണമെങ്കിൽ ഞാൻ അങ്ങനെ ആയിരിക്കണം. ഒരു ഒപ്റ്റോമെട്രി എടുക്കുന്നതോട് കൂടിയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, ഫിനാൻഷ്യലി ഞാൻ സ്റ്റേബിൾ ആണ്, ബട്ട് അതിന്റെ കൂടെ തന്നെ ഇതുണ്ട്. അപ്പൊ മറ്റു കരിയർ നോക്കുകയാണെങ്കിൽ, ഒരു പ്രൊഫഷണൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഫീൽ നമുക്ക് കിട്ടില്ല. അതായത് ഒപ്റ്റോമെട്രി മാത്രമല്ല, ഹെൽത്ത് സംബന്ധമായിട്ടുള്ള ഏത് കോഴ്സ് ആണെങ്കിൽ നമുക്ക് ഒരു ഫീൽ കിട്ടും. ഒട്ടും നമ്മുടെ ബോഡിയിലെ ഏറ്റവും സെൻസിറ്റീവ് പാർട്ടാണ്. കണ്ണില്ലെങ്കിൽ നമുക്ക് ഒന്നുമില്ല, ഒന്നും കാണാൻ കഴിയില്ല. ഒരു വ്യക്തിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഭാഗമാണ് കണ്ണെന്ന് പറഞ്ഞത്. അപ്പൊ ഇതില്ലാത്തൊരാൾക്ക് ചെറിയൊരു മാറ്റം നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് കാണുക. അപ്പൊ അങ്ങനെയുള്ള അപ്രോച്ചാണ് ഈ കോഴ്സിനോട് കാണിക്കേണ്ടത്. എന്നെ കൊണ്ട് അത് സാധിക്കും, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, ഒരു എത്തിക്കൽ റെസ്പോൺസിബിൾ ആയിരിക്കണം ഒരു ഒപ്റ്റോമെട്രിസ്റ്റ്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചർ ഓൾറെഡി ഇമ്പ്രൂവ് ആയി. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാനും കുറച്ച്, ബിക്കോസ് ഒരു കണ്ണെന്ന് പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം ഈ ലോകത്ത് ജനിച്ചിട്ട് നമുക്കൊരാളെ കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ലോകം കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫീലാണ് അല്ലേ. അപ്പോൾ അത് തിരിച്ചു തരുന്ന ഒരു വ്യക്തിയോട് ആ ഒരു പേഷ്യൻസ് അല്ലെങ്കിൽ അവരുടെ ഫാമിലി കാണിക്കുന്ന ആ ഒരു കമ്മിറ്റ്മെന്റ്സ് അല്ലേ, അത് അത് തന്നെയാണ് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് ഞാൻ ലൈഫ് കരുതുന്നത്. നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഒരു അതെ കാര്യമാണ്. അതെ അതെ. നമ്മൾ ക്യാഷ് കിട്ടും, അത് ഏത് രീതിയിലും ചെലവാക്കാം. പക്ഷെ ഈ ഒരു അപ്രോച്ച് പേഷ്യന്റ് അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാവും. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഓക്കെ. അപ്പൊ അതും ഞാൻ പറയുന്ന പോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇപ്പം നല്ലൊരു ഡോക്ടറുടെ അടുത്ത്, അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് പേഷ്യൻസ് വരും.
യെസ്. അതാണ് അതിന്റെ ടെൻഡൻസി. പൊതുവെ നമ്മൾ തന്നെ കണ്ടിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയാൽ പകുതി അസുഖം പോകും. കാരണം സംസാരിച്ച് തന്നെ പകുതി അസുഖം പോകും. അതേപോലെ തന്നെ ഒപ്റ്റോമെട്രിസ്റ്റ് നമ്മളെ അടുത്തേക്ക് പേഷ്യന്റ് നമ്മൾ എന്താ പറയാ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ പഠിക്കണം. അതായത് ഈ ഒപ്റ്റോമെട്രിസ്റ്റ് നല്ലതാണ്. ഇത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഏകദേശം ഈ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്ന ഒരു ടൈമിലേക്ക് ആവുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് കഴിയുന്നതോടുകൂടി ഇപ്പം ഈ ഒരു നമ്മൾ ഏകദേശം ഇത്രയും ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു, കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, സ്കോപ്പും കാര്യങ്ങളും പറഞ്ഞു, ഹയർ സ്റ്റഡീസ് പറഞ്ഞു. അപ്പം എന്തായാലും ഈ എപ്പിസോഡ് കാണുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് നമ്മളൊരു ഒപ്റ്റോമെട്രി എന്ന് പറയുന്ന ഫീൽഡിലേക്ക് ഒരു സ്റ്റുഡൻറ്റ് കടന്നു വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. പക്ഷെ അതിലുപരി ആഡ് ഓൺ ആയിട്ട് എന്തെങ്കിലും ഒരു അഡ്വാൻസ് ഈ ഫീൽഡിലേക്ക് കടന്നു വരുന്ന ഒരു ഒപ്റ്റോമെട്രി എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് കടന്നു വരുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഇതിൽ വരെ നമ്മളൊന്നും പറയാത്ത ഏതെങ്കിലും ഒരു ആഡ് ഓൺസ്, ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കാനുണ്ടോ? ഓക്കെ. ഒപ്റ്റോമെട്രിയിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ള മെയിൻ കാരണം നിങ്ങൾ ആദ്യം അഡ്മിഷൻ എടുക്കുമ്പോൾ ഈ കോഴ്സിനെ പറ്റി അറിഞ്ഞിരിക്കണം. അതായത് നിങ്ങൾ ജെനുവൻ ആയിരിക്കണം. നമ്മുടെ ഇൻട്രസ്റ്റ് ജെനുവൻ ആയിരിക്കണം. അതേപോലെ തന്നെ പാഷനേറ്റ് ആയിരിക്കണം. ലൈഫ് ലോങ് പാഷനേറ്റ് ആണ്. ഞാൻ പറഞ്ഞു നമ്മുടെ കണ്ണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ടാണ്. അപ്പം അതിനെ കൈകാര്യം ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ പാഷനേറ്റ് ആയിരിക്കുക. അതായത് നമ്മളൊരു പേഷ്യൻ്റ് വരുന്നു, അതെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളെ കറക്റ്റായി അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ സിലബസ്, നമ്മൾ പഠിക്കാൻ പോകുന്ന സിലബസ് എന്താണ്, അതിനകത്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ, അതൊക്കെ പ്രാക്ടിക്കൽ സ്കിൽസ് എത്രയാണ്, തിയറിക്കാണോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽസിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ മെയിൻലി അറിഞ്ഞിരിക്കണം. പിന്നെ ശ്രദ്ധിക്കുക, ഒരു എമൗണ്ട് ഉണ്ടാക്കുക എന്നതിലുപരി എന്ത് പറയുക, ഒരു എംപത്തറ്റിക് അല്ലെങ്കിൽ ഒരു എത്തിക്കൽ പാർട്ട് കൂടിയാണ് ഇത്. ഒരു പേഷ്യൻറ്റിന്, നമ്മളടുത്ത് വന്നൊരു പേഷ്യൻറ്റിന് കറക്റ്റായിട്ടുള്ള വിഷൻ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എംപത്തറ്റിക്കലി ഫോളോ ചെയ്യുക. ലൈഫ് ലോങ് ആയിട്ട് ഈ ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന പ്രൊഫഷൻ കൊണ്ടുപോവുക. നമ്മുടെ സ്റ്റുഡൻസിനുള്ള അഡ്വൈസ് ഇത്രയൊക്കെയാണ്. പക്ഷേ നമ്മുടെ ഈ ഡെൽറ്റ അഡ്മിഷൻസിലേക്ക് കുറേയധികം കോൾസ് വരാറുണ്ട് സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്ന്. കാരണം അവരുടെ കരിയറാണ്. നമ്മൾ ഫ്യൂച്ചറിലേക്ക് ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് കുറേയധികം അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. ഈ പറയുന്ന പോലെ പ്രിജുഡൈസ് ആയിട്ട് കുറേ കുറേ കാര്യങ്ങൾ അവരുടെ മനസ്സിലിങ്ങനെ എവിടുന്നൊക്കെയോ കേട്ട് തെറ്റിദ്ധാരണകളായിട്ട് അവരുടെ മനസ്സിലിങ്ങനെ കയറി വന്നിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിത് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളത് ഒരു പരിധി വരെയും അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതങ്ങനെയല്ല, അതിങ്ങനെയാണ് എന്നുള്ളത്. പക്ഷെ നമ്മൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ട് ഒരാളുടെ അടുത്തുനിന്ന് കേൾക്കുമ്പോഴാണ് കൂടുതൽ നമ്മുടെ ഓഡിയൻസിന് അത് കൺവിൻസിങ് ആവുക. ആ ക്വസ്റ്റ്യൻസ് ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് മെയിനായിട്ട് ഹൈലൈറ്റ് തോന്നിയിട്ടുള്ള ഒരു 2-3 എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ വന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അതാണ് ഐ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. ഒപ്റ്റോമെട്രിസ്റ്റ് ഐ ടെസ്റ്റിംഗ് മാത്രമല്ല, അല്ല. ആ ഒരു ഏരിയ വിട്ടിട്ട് ഒരുപാട് ഏരിയ കവർ ചെയ്യുന്നൊരു കാര്യമാണ് ഒപ്റ്റോമെട്രിസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത് പഠിക്കാൻ വളരെ ഈസി ആണെന്നും കേട്ടിട്ടുണ്ട്, ടഫ് ആണെന്നും കേട്ടിട്ടുണ്ട്. ആ 2 രീതിയിലും വരുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഫസ്റ്റ് എന്തറിയാം, സിലബസിനെ കുറിച്ച് അറിഞ്ഞു വെക്കുക. അതാണ് മെയിൻലി ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് സാലറി പാക്കേജ്. അതാണ് മെയിൻ. ഫസ്റ്റ് ഒരു അഡ്മിഷൻ എടുക്കുമ്പോൾ പൊതുവേ നമ്മൾ എന്തൊക്കെ കോഴ്സാണ് അല്ലെങ്കിൽ ഏതാണ് സിലബസ് അല്ലെങ്കിൽ ഏത് സബ്ജക്ട് ചോദിക്കും. പാരൻസ് അധികം ചോദിക്കുക ഭാവിയിലോട്ട് വല്ല ബെനിഫിറ്റും ഉണ്ട്. അതാണ് ബെനിഫിറ്റ് ഉണ്ട്. അതെങ്ങനെയായിരിക്കണം, ആ ബെനിഫിറ്റ് നമ്മളിലൂടെയാണ് വരേണ്ടത്. ഇപ്പം നമ്മളൊരു ജോലിക്ക് കയറി എനിക്ക് ഇത്ര എമൗണ്ട് വേണമെന്ന് പറഞ്ഞാൽ നമുക്കത് കിട്ടില്ല. അതെന്തുകൊണ്ടാ? നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ, നമുക്കതിനുള്ള കഴിവുണ്ടോ, ആ സാലറി ഞാൻ നിനക്ക് തരണമെങ്കിൽ നീ എനിക്ക് എന്ത് തിരിച്ചു തരും, അതാണ് നമ്മളോട് മെയിനായിട്ട് ചോദിക്കുക. അപ്പം അത് കൊടുക്കാൻ നമ്മൾ വില്ലിങ് ആയിരിക്കണം. അതിനുള്ള കഴിവുകളും നമുക്ക് ഉണ്ടാവണം. അപ്പം ഈ 3 കാര്യങ്ങൾ എനിക്ക് മെയിനായിട്ട് തോന്നിയിട്ടുള്ളത്. ഫസ്റ്റ് ഒപ്റ്റോമെട്രിസ്റ്റ് എന്താണെന്നുള്ളത് പലർക്കും അറിയില്ല. അതേപോലെ തന്നെ കണ്ണട ഫിറ്റർ അല്ലേ, കണ്ണട ഫിറ്റ് ചെയ്യുന്ന ആള് അല്ലെങ്കിൽ ജസ്റ്റ് കണ്ണ് പരിശോധിക്കുന്ന ആള്, ഇതൊരു മെയിൻ കാര്യം. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള സാലറി പാക്കേജ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ആവുന്ന ബേസിൽ സാലറി ഇൻക്രിമെന്റ് വരുള്ളൂ. അതാണ്. അല്ലാതെ നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് വഴി ഹ്യൂജ് ഇൻകം ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അതൊന്ന് മാറ്റുന്നത് വളരെ നല്ലതാണ്. കുറെ തെറ്റിദ്ധാരണകളുണ്ട്. അപ്പൊ മെയിൻലി പേരൻസിന്റെ ഭാഗത്താണ് ഇപ്പൊ, അതെ. അല്ലേ? കാരണം പാരന്റ്സിന്റെ കുറച്ചൊരു ഒരു അപ്രോച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ മക്കളെ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നു. ആ ഫീസിന് എന്തെങ്കിലും ഭാവിയിൽ അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് നോക്കുക. ബെനിഫിറ്റ് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ മക്കൾ അതിന് പ്രാപ്തരായിരിക്കണം. അത് പാരന്റ്സ് നോക്കുക. അവര് സ്കിൽസ് എങ്ങനെയാണ് ഡെവലപ്ഡ് ആവുന്നുണ്ടോ. നിങ്ങൾ കോളേജിൽ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് മക്കളെ കുറിച്ച് അന്വേഷിക്കുക. എങ്ങനെയാണ് ആ കുട്ടി, അല്ലെങ്കിൽ അവരുടെ പ്രാക്ടിക്കൽസ് ഒക്കെ എങ്ങനെയുണ്ട്, നമ്മുടെ തിയറി ബേസ് ആണോ പ്രാക്ടിക്കൽ ബേസ് ആണോ മക്കൾ കൂടുതൽ
മുന്നോട്ട് നിൽക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ പാരന്റ്സ് ശ്രദ്ധിക്കണം. അല്ലാതെ ജസ്റ്റ് കോളേജിൽ വിട്ടുപോയി ഇനി കോളേജിന് ഉത്തരവാദിത്തമാണ് മക്കള്. മീൻസ് അതല്ല ശരിക്കും. ആ അപ്രോച്ചാണ് മാറ്റേണ്ടത്. പണ്ട് കാലത്ത് അങ്ങനെയല്ലായിരുന്നു. ഇപ്പോഴും പാരന്റ്സ് വന്ന് അന്വേഷിക്കും. ഇന്നത്തെ കാലത്ത് ഫോൺ വഴിയാണ് എല്ലാം. കുട്ടി എങ്ങനെ പഠിക്കുന്നു, അപ്പൊ ടീച്ചേഴ്സിന് എന്താ ജസ്റ്റ് നിങ്ങൾ വരൂ, എന്നാലും നമുക്ക് മാർക്ക് ഷീറ്റ് ഒക്കെ കാണിച്ചു കൊടുക്കാനും. ഇപ്പൊ നമ്മുടെ ചില കോളേജിലൊക്കെ നടക്കുന്നത്, ഇപ്പൊ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ തന്നെ പാരന്റ്സിന് മുമ്പിൽ വെച്ച് നമ്മൾ അവരുടെ സ്കിൽസ് പ്രൊവൈഡ് ചെയ്യും. അതായത് റിഫ്രാക്ഷൻ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യും. പാരന്റ്സിന്റെ പേഷ്യന്റ് ആക്കിയിട്ട് റിഫ്രാക്ട് ചെയ്യാറുണ്ട്. അതിനാവും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഹോം കെയർ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മുടെ പാരന്റ്സിന് എന്തുണ്ടായിരിക്കും, ഇത് ഇങ്ങനെയൊക്കെയാണ്, എന്റെ മകൾ ഇന്ന കോഴ്സാണ് പഠിക്കുന്നത്, അത് അത്രേ അറിയുള്ളൂ, ഇന്ന കോഴ്സ് പഠിച്ച ഇന്ന കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ്മെന്റ് ആവും, ഈ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഈ കാര്യങ്ങൾ എനിക്ക് മോസ്റ്റ്ലി തെറ്റിദ്ധാരണയായിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പോഴും എത്ര നമ്മളും ഫുള്ളി ഡെവലപ്ഡ് ആയി എങ്കിലും ഇപ്പോഴും ചോദിക്കുന്ന മെയിൻ ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ഓക്കെ. സോ ഇനി നമുക്ക് നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ എപ്പിസോഡ് ഏകദേശം വൈൻഡപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ, ഇതൊരു സ്റ്റേബിൾ കരിയർ, അതായത് നമുക്ക് ലൈഫ് ലോങ്, അതായത് ഒരു സ്റ്റേബിളായിട്ട് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കരിയറാണ്. എന്താണ് കൊണ്ടുപോകാൻ പറ്റും? ഫോർ എക്സാമ്പിൾ ആണ് ഞാൻ. യെസ്. 7 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ. ഞാൻ ഇപ്പോഴും കോഴ്സുകൾ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ MSc ഒപ്റ്റോമെട്രി കംപ്ലീറ്റ് ചെയ്തു. ഞാൻ MA സൈക്കോളജി കംപ്ലീറ്റ് ചെയ്യാനായി. എന്തിനാ ഇപ്പോൾ ചോദിക്കും, എന്നോട് ചോദിക്കുന്ന മെയിൻ ചോദ്യമാണ്, MSc ഒപ്റ്റോമെട്രി കഴിഞ്ഞിട്ട് നീ എന്തിനാ MA സൈക്കോളജി എടുത്തു? ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ഒരു പേഷ്യന്റിനെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ സൈക്കോളജി പരമായി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ട് നിൽക്കുക, അതാണ് മെയിൻലി വേണ്ടത്. അതോടൊപ്പം തന്നെ ഇതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഡിജിറ്റൽ വേൾഡ് ആണ്. ഡിജിറ്റൽ വേൾഡ് നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഇനിയും മാറ്റങ്ങൾ വരും. അത് നമ്മുടെ കണ്ണിനെ കൂടുതൽ എഫക്ട് ചെയ്യും. കാരണം നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ UV റേസ് ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ മുകളിലുള്ള ഓസോൺ പാളി അധികം പോയിട്ടുണ്ട്, UV റേസ് അധികവും വരുന്നുണ്ട്. ഈ റെറ്റിനോപ്പതി വരാനുള്ള മെയിൻ റീസൺ ഇതൊക്കെയാണ്. നമ്മുടെ കോർണിയൽ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഇത് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇത് സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കോഴ്സാണ്. വളരെ സ്റ്റേബിൾ എന്ന് വെച്ചാൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ ഹെൽത്ത് കാര്യം, അതായത് പാരാമെഡിക്കൽ മെഡിക്കൽ കോഴ്സുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരിക. അതിൽ മെയിൻലി നിൽക്കുന്നതാണ് കണ്ണെന്ന് പറയുമ്പോൾ ഒപ്റ്റോമെട്രിക്സ് ആണ് ആദ്യം ഓർമ്മ വരേണ്ടത്. ഒഫ്താൽമോളജിക് അത് കഴിഞ്ഞിട്ടാണ്. നമ്മൾ പറയുന്നേ ഉള്ളൂ, പക്ഷെ ഒപ്റ്റോമെട്രിക്സ് ആണ് നമ്മൾ ഫ്രണ്ട് ലൈൻ ആയിട്ടുള്ള കരിയർ വരുന്നത് ഒപ്റ്റോമെട്രിക്സ് ആണ്. നമ്മൾ ഇത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആണെന്ന് എനിക്ക് കോൺഫിഡൻറ്റോട് കൂടിയിട്ട് പറയാൻ കഴിയും. ഫോർ എക്സാമ്പിൾ ആണ് ഞാൻ. പണ്ട് നമ്മളെ കാലഘട്ടത്തിൽ കുട്ടികൾ കണ്ണട അങ്ങനെ വെച്ചിട്ടില്ല. അതെ. ഇന്നത്തെ കാലം എത്രയോ ചെറിയ മക്കളൊക്കെ കണ്ണട വെക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിന്റെ ചേഞ്ച് ആണത്. അതായത് ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുമ്പോൾ വിഷ്വൽ ഡിസോർഡേഴ്സും കൂടി വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ കാര്യമാണ് അനിവാര്യമായിട്ട് വരുന്നത്. നമ്മുടെ പ്രൊഫഷൻ ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ ഒരു കാലഘട്ടത്തിലാണ്. മുന്നേ വേണ്ടാന്നുള്ളതല്ല, പക്ഷെ നമ്മുടെ നീഡ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് എനിക്കിപ്പോ എന്റെ ഫോൺ എന്ന് പറയുന്നത് എന്റെ ഒരു കമ്പാനിയൻ ആയിട്ട് മാറിക്കഴിഞ്ഞു. മോർണിംഗ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം തപ്പുന്ന എന്റെ ഫോണാണ്, അല്ലെ? അത് കഴിഞ്ഞ് പിന്നെ രാത്രി വന്നാലും ഓഫീസിൽ നിന്ന് വന്നാലും ഇടയ്ക്കിടയ്ക്ക് എന്റെ ഫോൺ എനിക്ക് നോക്കണം എന്നില്ല, ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ അത്രയൊരു ഡിജിറ്റൽ യുഗത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും അതിന്റെ സ്ട്രെസ് കൊടുക്കുന്നത് കണ്ണിന് തന്നെയാണ്. കണ്ണ് തന്നെയാണ് കൊടുക്കുന്നത്. അതിന് പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കുന്നില്ല. ഇല്ല. ആ പ്രൊട്ടക്ഷൻ കൊടുക്കണമെങ്കിൽ ആരും അറിയണം, അത് ഒപ്റ്റോമെട്രിക്സിന് അറിയരുത്, ഇന്ന കാര്യങ്ങൾ വെക്കണം. ഇപ്പോൾ നമ്മൾ ബ്ലൂ മാക്സ് കോട്ടിങ് കൊടുക്കും UV റേസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി. ഇതൊക്കെ ആരാ കൊടുക്കുന്നത്? ഒപ്റ്റോമെട്രിക്സ് ആണ് കൊടുക്കുന്നത്. ഇതോടെ ഇന്നത്തെ ഫ്യൂച്ചർ ടോക്സിലെ ആദ്യ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഒപ്റ്റോമെട്രി എന്ന് പറയുന്ന പ്രൊഫഷണൽ കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്കുണ്ടായിരുന്ന ഒരുപാട് സംശയങ്ങൾക്ക് ഈ കോൺവെർസേഷൻ ഒരു ക്ലാരിറ്റി നൽകാൻ പറ്റിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സോ താങ്ക് യു കൃഷ്ണജ ഫോർ ഷെയറിംഗ് യുവർ വാല്യുബിൾ ടൈം, യുവർ എക്സ്പീരിയൻസ് ആൻഡ് യുവർ ഹോണസ്റ്റ് ഇൻസൈറ്റ്സ് വിത്ത് അസ്. ഈ ഫീൽഡിനെ കുറിച്ചുള്ള കരിയർ സ്കോപ്പ്, റിയാലിറ്റീസ് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് കൃഷ്ണജ. ഈ ഷോക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ഡെൽറ്റ അഡ്മിഷനോട് താങ്ക്സ് പറയുന്നു. ബിക്കോസ് ഒരുപാട് ആളുകളുടെ മിസ്ഇൻഫോർമേഷൻസ് മാറി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതിനായിട്ടുള്ളൊരു സാഹചര്യം ഒരുക്കി തന്നതിന് താങ്ക് യു സോ മച്ച്. If you are someone who is standing at the crossroads after +2 and thinking, what's next? Then remember, you don't have to figure it out alone. Delta Admission is always here to support you, guide you and help you to choose the right path for your future. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇനി വരും എപ്പിസോഡുകളിൽ കൂടുതൽ കരിയർ ഓപ്ഷൻസ്, റിയൽ എക്സ്പീരിയൻസസ് ആൻഡ് ഹോണസ്റ്റ് കോൺവെർസേഷൻസുമായി നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തും. Until then, keep learning, keep dreaming and choose your future wisely. And also don't forget to like, share and subscribe for more career-based videos.